കണ്ണൂരിലെ പിണറായിയിൽ റസീന എന്ന യുവതി ആത്മഹത്യ ചെയ്തു. 40 വയസ്സായിരുന്നു ഈ യുവതിയുടെ പ്രായം. 40 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറെ ജീവിതം കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പകുതി ജീവിതം എത്തി എന്ന് തന്നെ പറയാം. ഒരു ചെറിയ പെൺകുട്ടിയല്ല അവർ. പ്രായം കൂടുന്നതിനനുസരിച്ച് മനുഷ്യനിലെ പക്വതയും കാര്യവിവരവും എല്ലാം വർദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരാളെ മാനസിക സംഘർഷത്തിലാക്കി ആത്മഹത്യ ചെയ്യിപ്പിക്കണമെങ്കിൽ എന്തുമാത്രം ടോർച്ചറിങ് അവർ അനുഭവിച്ചിട്ടുണ്ടാവും. കണ്ണൂർ പറമ്പായിൽ SDPI പ്രവർത്തകരുടെ സദാചാര ആക്രമണത്തെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായി പോലീസ്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി. കേസിൽ ഇതുവരെ 3 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ ഒരു സംഭവം നടന്നത് UP-യിലോ ഉത്തരേന്ത്യയിലോ അല്ല, കേരളത്തിൽ നടന്ന സംഭവമാണ്. കേരളത്തിലെ നാടൻ കടത്താൻ വേണ്ടി ചില സദാചാര ദുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രശ്നമാണിത്. ശരിക്കും നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുവതി ആൺസുഹൃത്തുമായി സംസാരിക്കുമ്പോൾ 3 സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ലാത്ത സദാചാര ദുരന്തങ്ങൾ വന്ന് ചോദ്യം ചെയ്തു അവരെ. ഇവർ ആൺസുഹൃത്തിനൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ SDPI ഓഫീസിൽ കൊണ്ടുപോയി, സദാചാര ഗുണ്ടകൾ SDPI ഓഫീസിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. മൊബൈലുകൾ പരിശോധിച്ചു. ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വരെ പറഞ്ഞു. ഇത്തരം വൃത്തികെട്ടവന്മാർക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ള അർഹതയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ പോലീസ് ഉണ്ട്. ആരും സദാചാര പോലീസ് ആകേണ്ട കാര്യമില്ല. അതുപോലെ നിങ്ങൾക്ക് ഒരാളെ പരസ്യ വിചാരണ ചെയ്യാനുള്ള അവകാശം ഇല്ല. അത് പോലീസിന് പോലും ഇല്ല. പോലീസിന് പോലും അധികാരമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാൻ. നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും ശരിക്കും ആലോചിച്ച് നോക്കണം. അതിനേക്കാൾ വലിയ തമാശ മകൾ മരിച്ചിട്ടും റസീനയുടെ അമ്മ പറഞ്ഞത് കേൾക്കുമ്പോഴാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമാകും തോന്നും. ആ അമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ മകളേക്കാൾ വലുത് ആ അമ്മയ്ക്ക് മകൾ മരിക്കാൻ കാരണമായ മകൾ ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വെച്ച പേരുകളാണ്, അല്ലെങ്കിൽ അവരാണ്. ആ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ മകൾ മരിക്കാൻ കാരണം ആ ചെക്കനാണ്. സദാചാര പോലീസിംഗ് നടന്നില്ല. ബന്ധുക്കൾ ആരും ഇതിൽ പങ്കാളികളല്ല എന്നാണ് ആ അമ്മ പറയുന്നത്. കുട്ടികളിപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ വളരെ ചേച്ചിയുടെ മക്കളാണ്. അവരെ നല്ലതിന് വേണ്ടി ചെയ്തത്. ഇവര് കുടുക്കിയിരിക്കുക, പാർട്ടിക്കാർ കൊടുക്കുക. അതിലിപ്പം പറയുന്നത് അവരവിടെ ഇവരെ തടഞ്ഞു നിർത്തി പരസ്യമായി അപമാനിച്ചു. അവരെ ആ മനോവിഷമത്തിലാണ് മകള് ആത്മഹത്യ എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ. ആൾക്കാർക്ക് പലതും പറയാലോ. അതൊന്നുമല്ല സത്യം. പിന്നെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലേ? ഇല്ല, സംഭവം ഉണ്ടായിട്ടുണ്ടോന്നുള്ളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. ഇപ്പൊ അറസ്റ്റിലായിട്ടുള്ളവർ യഥാർത്ഥ പ്രതികളല്ലേ? ഇല്ല, യഥാർത്ഥ പ്രതികളല്ല, പാവം പിള്ളേരാ. ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. അവരെങ്ങനെ വിഷയത്തിൽ എങ്ങനെയാണ് ഇത് ഇടപെട്ടത്? അവര് കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പെങ്ങളല്ലേ ഇത്, ചേച്ചിയുടെ പിള്ളേരാണല്ലോ. സ്വന്തം പിള്ളേരായത് കാരണം ഇവർ ഒരു നാണക്കേടില് കാരണം ഇനി എന്താ ഇവിടെ കൂടെ കാണുന്നു ചോദിച്ചു പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് രണ്ടാളും പറഞ്ഞ്. എൻ്റെ ഒരു മോളൊരു വെറും പാവം മോളായിരുന്നു. കൂടുതലായിട്ട് ആരും സംസാരിക്കുകയില്ല. ഇത്രയ്ക്ക് പാവം മോളായിരുന്നു. മറ്റേ ആവശ്യമില്ലാത്ത കൂട്ടുകാരോ ഒന്നും ഇല്ലാത്തൊരു മോളാ. കുറച്ചു കാലമായിട്ട് പ്യാപ്പിളാന്ന് അത്രയ്ക്ക് നല്ലൊരു പ്യാപ്പിളയായിരുന്നു. വളരെ ഡീസൻ്റുള്ള ദീനിയായിട്ടുള്ളതും ഉള്ള എന്ത് കാര്യം സാധിച്ചു കൊടുക്കുന്നൊരു പയ്യനുമായിരുന്നു. അപ്പം അവർ കുറച്ച് നാളായിട്ട് അവനെ വെറുത്തിരിക്കുക. പിന്നെ ചെറുച്ചക്കനുമായിട്ടുള്ള ഇതിപ്പോൾ 3 വർഷമായി പോലെ വന്ന് ഇപ്പം നമ്മളറിയാം. സ്വർണ്ണമില്ല, കുറേ കുറേ കടം വന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ മക്കള് ചെറിയ 3 പിള്ളേരല്ലേ. അതേസമയം പോലീസ് പറയുന്നത് റസീനയും സുഹൃത്തും സംസാരിച്ച് നിൽക്കുമ്പോൾ കുറച്ചുപേരെ ഭീഷണിപ്പെടുത്തി. ഇനി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ അവർ പറഞ്ഞു. ഇതെല്ലാം ആത്മഹത്യ കുറിപ്പിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. കൂട്ടുകാരനെ കുറ്റപ്പെടുത്തുന്നതൊന്നും കുറിപ്പിൽ ഇല്ലതാനും. ഈ കേസിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഈ പറയുന്ന സദാചാര ഗുണ്ടകളുടെ പേരിൽ. അറസ്റ്റിലായവരിൽ റസീനയുടെ ഒരു ബന്ധുവുമുണ്ട്. അവരുടെ കൂട്ടുകാരൻ റഹീസിനെ കാണാനില്ലെന്നും പോലീസ് ചോദ്യം ചെയ്യുമെന്നും വാർത്തകൾ വരുന്നുമുണ്ട്. ഒരു യുവതിയുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായ ഈ ഒരു സദാചാര പോലീസ് നിർത്തണം, അല്ലെങ്കിൽ നിർത്തിക്കണം. ഇനി ഇങ്ങനെ ഒരു സദാചാര പോലീസിംഗ് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ സദാചാര പോലീസിംഗ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു പഴയ ചിന്താഗതിയാണ്. ഓരോ മനുഷ്യനും സ്വന്തമായ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. അതിലേക്കും ആരെങ്കിലും ഇടിച്ചു കയറുന്നത് ശരിക്കും ഒരു കുറ്റമാണ്. നമ്മുടെ ഭരണഘടന പോലും നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്വകാര്യതയും ഒക്കെ ഉറപ്പു തരുന്നുണ്ട്. ആളുകൾ പരസ്പരം സംസാരിക്കുന്നതും കൂട്ടുകൂടുന്നതും ഒക്കെ സാധാരണ കാര്യങ്ങളാണ്. അതിനെ ഇങ്ങനെ മോശമായി ചിത്രീകരിച്ച് സ്വകാര്യ സംഭാഷണങ്ങൾ പരസ്യമാക്കി ചിലപ്പോൾ മർദ്ദിക്കുക പോലും ചെയ്യുന്നത് ആരുടെ മാനസിക നിലയെയും തകർക്കും. പണ്ട് കാലത്ത് മനുഷ്യർ ഒരുമിച്ച് ജീവിക്കാൻ ചില നിയമങ്ങളൊക്കെ വെച്ചിരുന്നു. അതായത് പ്രാചീന കാലത്താണ് പറയുന്നത്. ചില ഗോത്രവർഗ്ഗങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സമൂഹത്തിന്
സമൂഹത്തിന്റെ പൊതുവായ നല്ലതിനു വേണ്ടിയായിരുന്നു, ആ ഗോത്രത്തിന്റെ നല്ലതിനു വേണ്ടിയായിരുന്നു അവർ ചെയ്തിരുന്നത്. അന്നത്തെ കാലത്ത് അത് ആയിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ വളർന്നു, നിയമങ്ങളൊക്കെ മാറി. എന്നിട്ടും ചിലർക്ക് ഇപ്പോഴും പഴയ ചിന്താഗതിയാണ്, പ്രാചീന കാലത്തെ ഗോത്രവർഗ ചിന്താഗതിയാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി തലയിടുന്നത് ഒരു തരം ദുശീലം തന്നെയാണ്. ചിലപ്പോൾ സ്വന്തം ജീവിതത്തിൽ ഗതി പിടിക്കാത്ത അവസ്ഥ കൊണ്ടായിരിക്കാം ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇവർ ഇടപെടുന്നത്. ഈ സദാചാര പോലീസ് പറയാറുള്ള ഒരു വൃത്തികെട്ട ചോദ്യമുണ്ട്. ഇവര് എപ്പോൾ ചോദിച്ചാലും കമന്റിലൊക്കെ പറയാറുള്ള ഒരു ചോദ്യമാണ്, നിങ്ങളുടെ വീട്ടിലെ അമ്മയോ പെങ്ങളോ ഇങ്ങനെ ആരോടെങ്കിലും സംസാരിച്ചാൽ നിങ്ങൾക്ക് സഹിക്കുമോ എന്ന്. സത്യം പറഞ്ഞാൽ ഈ ചോദ്യം ശരിക്കും സ്ത്രീകളെ മാത്രം മോശമായി കാണുന്നതാണ്. ഒരാൾക്കത് സ്ത്രീ ആയാലും പുരുഷനായാലും, ഒരാൾക്ക് അത് സ്ത്രീ ആയാലും പുരുഷനായാലും സ്വന്തമായ ഇഷ്ടങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. അതിലേക്ക് ആർക്കും കടന്നു കയറാൻ അവകാശമില്ല. അമ്മയായാലും പെങ്ങളായാലും അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അവരെ ആരെങ്കിലും ശല്യം ചെയ്യുകയാണെങ്കിൽ നിയമപരമായി നേരിടുകയാണ് വേണ്ടത്, അല്ലാതെ സദാചാരത്തിന്റെ പേരിൽ അവരെ പൂട്ടിയിടുകയല്ല വേണ്ടത്. അതുപോലെ ഇതുപോലെയുള്ള ആളുകൾ, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത ബന്ധു ആരെങ്കിലും പരസ്പരം ഒരാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. സമൂഹത്തിൽ സ്നേഹവും പരസ്പര ബഹുമാനവുമാണ് വേണ്ടത്. ഓരോരുത്തരെയും അവരവരുടെ ഇഷ്ടങ്ങളുടെയും തിരഞ്ഞെടുപ്പുകളെയും അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുമ്പോഴാണ് നമ്മളൊക്കെ ശരിക്കും മനുഷ്യരാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പുരോഗമിക്കുന്നത്. സദാചാര പോലീസിംഗ് ഒരാളുടെ ആത്മാഭിമാനത്തെയാണ് തകർക്കുന്നത്. അത് കുടുംബ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സമൂഹത്തിൽ എല്ലാവർക്കും പേടിയുണ്ടാക്കും. ഒരാണും പെണ്ണും സംസാരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇത് അഫ്ഗാനിസ്ഥാനല്ല, താലിബാനല്ല, ഇത് ഇന്ത്യയാണ്, കേരളമാണ്, പ്രത്യേകിച്ച് കേരളമാണ്. അത് ഈ ഒരു കാര്യം കൂട്ടുകെട്ടായാലും ഇഷ്ടമായാലും എന്തെങ്കിലും ആയാലും അവരെ വെറുതെ സംശയിച്ച് അല്ലെങ്കിൽ വളരെ മോശമാക്കുന്ന രീതിയിൽ ചിത്രീകരിച്ച് അവരെ പരസ്യമായി വിചാരണ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അത് ആരുടെ ഭാഗത്താണെങ്കിലും അത് തെറ്റ് തന്നെയാണ്. ഒരു കല്യാണം കഴിഞ്ഞ വ്യക്തിയോ അല്ലെങ്കിൽ ഏതൊരാളുമായാലും അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യം, അതാണായാലും പെണ്ണായാലും വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. ആരും ഇവിടെ അടിമകളല്ല, ആരും ആരുടെയും അടിമകളല്ല. നിങ്ങൾ ഒരാളുടെ അച്ഛനാണെന്ന് കരുതി നിങ്ങൾക്ക് അതിലെ കൈകടത്താനുള്ള, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ കൈകടത്താനുള്ള അവകാശമില്ല. മകളോ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരായാലും ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിത്വമുണ്ട്, ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവകാശങ്ങളുണ്ട്. അത് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ്, ഓരോരുത്തരും ഓരോ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും മനുഷ്യരായി മാറുന്നത്.